CPM കായംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളന നഗറിൽ പതാക ഉയർത്തി. യു പ്രതിഭ MLA പതാക ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർപേഴ്സൺ P ശശികല സമ്മേളന നഗറിൽ പതാക ഉയർത്തി. CPM കായംകുളം ഏരിയ സമ്മേളനത്തിന് പൊതുസമ്മേളന നഗറിൽ പതാക ഉയർന്നു. രക്തസാക്ഷി S വാസുദേവൻ പിള്ളയുടെ മണ്ഡപത്തിൽ നിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാനാണ് ജാഥ ക്യാപ്റ്റനായ G ശ്രീനിവാസന് പതാക കൈമാറിയത്. ഇരുചക്രവാഹന റാലിയായി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കോട്ടക്കടവിൽ രക്തസാക്ഷി തമ്പിയുടെ കുടീരത്തിലും, എരുവയിൽ രക്തസാക്ഷി സിയാദിന്റെ കുടീരത്തിലും, ദേവികുളങ്ങരയിൽ രക്തസാക്ഷി അമ്പാടിയുടെ കുടീരത്തിലും പുഷ്പാർച്ചന നടത്തിയാണ് രക്തസാക്ഷി S വാസുദേവൻ പിള്ളയുടെ സ്മൃതി കുടീരത്തിൽ ജാഥ എത്തിച്ചേർന്നത്. സംയുക്ത പതാക ജാഥ പൊതുസമ്മേളന നഗറായ എൽമെക്സ് ഗ്രൗണ്ടിലെ MR രാജശേഖരൻ നഗറിൽ എത്തിച്ചേർന്നു. യു പ്രതിഭ MLA പതാക ഏറ്റുവാങ്ങി. ഇടതുപക്ഷം എന്നെല്ലാം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അക്കാലത്തെല്ലാം തന്നെ മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതുപോലെ നാടിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. നവകേരളത്തിൽ നിന്ന് വിജ്ഞാന കേരളത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ നമ്മളുടെ ഗവൺമെന്റ്. അതിനൊക്കെ കരുത്ത് പകരുന്നത് ഇടതുപക്ഷ ആശയങ്ങളാണ്. സ്വാഗത സംഘം ചെയർപേഴ്സൺ P ശശികല പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ, ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P ഗാനകുമാർ, N ശിവദാസൻ, ഷെയ്ഖ് P ഹാരിസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S നസീം, B അബിൻ ഷാ, S സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വനിതാ സംഗമം ചേർന്നു. ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത വനിതാ സംഗമം ചേർന്നു. മൺമറഞ്ഞുപോയ പഴയകാല പാർട്ടി പ്രവർത്തകന്മാരെ സ്മരിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളിലെത്തി അവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി സ്മൃതി ദിനം ആചരിച്ചു. 3840 വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുടെ വീടുകളിൽ ഡിസംബർ 5 പതാക ഉയർത്തുകയും ബ്രാഞ്ചിന്റെയും ലോക്കൽ കമ്മിറ്റികളുടെയും ഏരിയ കേന്ദ്രങ്ങളിലുമായി 100 കണക്കിന് കേന്ദ്രങ്ങളിൽ ഈ ചെമ്പതാക ഉയർത്തിക്കൊണ്ടുള്ള പതാക ദിനം ആചരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.